പേരെന്താ പറഞ്ഞത്? ചിരി കണ്ട ബേസിൽ ചേട്ടൻ. കുട്ടിക്കാലാണ് കറക്റ്റ് ആ ബേസിലിരിക്കണേ. ഇങ്ങനെ ഒരു എനർജി കാണുമ്പോൾ ഞാൻ ഓൾറെഡി കുറച്ചുകൂടി ഗെയിമാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഐസ്ക്രീം, വീട്, ഐസ്ക്രീം, സൈക്കിൾ. പാട്ട് പ്ലേ അല്ലേ? അങ്ങനെ 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 എന്തോ കാര്യമായിട്ട് പറയണുണ്ട്. പടക്ക കമ്പനി, പടക്ക പടക്ക പനി പടക്ക. ആദ്യത്തേത് എന്താ? ആദ്യം ഇവിടെ വെച്ച് നിർത്തുന്നതായിരിക്കും സേഫ്. പടക്ക കമ്പനി ഗുദ ഗവ ഗവ. സൗണ്ട് കഴിഞ്ഞു. പാർട്ട് ഓഫ് ആയി. ലാസ്റ്റത്തെ ലുലുവില് ഫ്ലവർ ഷോയ്ക്ക് ചാക്കോച്ചൻ വന്നായിരുന്നു. അപ്പൊ അതിന് എനിക്ക് ചാക്കോച്ചന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണമെന്നുണ്ട്. ഞാൻ ദൈവത്തിനോടും പ്രാർത്ഥിച്ച് ദൈവം എനിക്ക് ചാക്കോച്ചന്റെ മോളെ ഇട്ട് തന്നെ. പല്ലിയോ? ഹായ്, ഹലോ, നമസ്കാരം. സൈനസ് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജിന ജോസ് പ്രകാശ്. ഉന്മാദം എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഈ സിനിമയുടെ കുട്ടി ഫാമിലിയാണ്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. നമസ്കാരം. സത്യത്തിൽ ഈ ഇന്റർവ്യൂലും നിങ്ങളായിരിക്കും ചിലപ്പോൾ ഔട്ടാവാൻ പോകുന്നത്. കാരണം എല്ലാവരും ഫോക്കസ് ചെയ്ത് ഈ രണ്ടുപേരെയാണ്. ട്രെയിലർ ലോഞ്ചിന് വന്നിട്ട് മൈക്ക് കൊടുത്തത് ഓർമ്മയുള്ളൂ. അത്രയും ഫാൻസിന് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇന്നത്തെ താരം നിങ്ങൾ രണ്ടുപേരാണ് മെയിൻ താരങ്ങള്. ഞാൻ ആദ്യമായിട്ടാണ് ശരിക്കും ഒരാളെ കാണുമ്പോൾ രണ്ട് നായകന്മാരെ തോന്നിപ്പിക്കുന്ന ഒരാളാട്ടോ. പേരെന്താ പറഞ്ഞത്? ധ്യാൻ. ആൻഡ് ചിരി കണ്ട ബേസിൽ ചേട്ടൻ. ബേസിൽ ചേട്ടൻ കുട്ടിക്കാലാണ് കറക്റ്റ് ആ ബേസിൽ ഇരിക്കണേ. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ബേസിൽ ചേട്ടനെ പോലെ? ഇല്ല, ചേച്ചി മാത്രം പറഞ്ഞു. ഇവിടെ എല്ലാരും പറഞ്ഞു കേട്ടോ കറക്റ്റ് ബേസിൽ ചേട്ടനാണ്. അങ്ങനെ പറഞ്ഞ് നോക്കുമ്പോ ചെറുതായിട്ട് ഫീൽ ചെയ്യണം. ചെറിയൊരു ലാഞ്ചനുണ്ട്. ഒരു ചിരി എടുത്ത് അതേ ഒരു ചിരി ഉണ്ട് ഇവിടെ. ഒരു ചിരിച്ചേ. 1000 വരുന്നതിന് മുൻപ് തന്നെ എനിക്ക് കറക്റ്റ് ഇവളുടെ ചിരി കാണിച്ച ആളാണ്. എങ്ങനെ ഇവിടെ ചിരിക്ക? ഭയങ്കര രസാട്ടോ ശരിക്കും. നിങ്ങളെ സ്ക്രീനിൽ എങ്ങനെയായിരിക്കും എനിക്ക് അറിയില്ല, പക്ഷെ ഓഫ് സ്ക്രീനിൽ ഭയങ്കര രസമാണ് നിങ്ങളെ കാണാനും. ട്രെയിലർ ലോഞ്ചിന് ഭയങ്കര രസമായിട്ടാണ്. എനിക്കത് കുട്ടികളാണ് ചാക്കോച്ചിട്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഫാൻസ് എന്ന് പറഞ്ഞത് ശരിക്കും ട്രെയിലർ ലോഞ്ചിന് വന്നപ്പോഴാണ്. അതിനുശേഷമാണ് ഞാനൊരു വീഡിയോ ഇങ്ങനെ കണ്ടത്. കാരണം അന്ന് ഞാൻ കൂട്ടത്തിൽ നിന്നൊരു കുട്ടിയെ എടുത്ത് വിളിച്ച കുട്ടി എത്രയോ നാളുകളായിട്ട് എന്നെ കാണാൻ വേണ്ടിയിട്ട് ഇതിന് മുമ്പുള്ളൊരു ട്രെയിലർ ലോഞ്ചിന്, ദുരൂഹ സാഹചര്യത്തിന്റെ ട്രെയിലർ ലോഞ്ചിന് വന്നിട്ട് എന്നെ കാണാനായിട്ട് സാധിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ അന്ന് ഒറ്റയ്ക്ക് അവിടെ നിന്നിട്ട് സങ്കടപ്പെട്ടിരിക്കുന്നതിന്റെയൊക്കെ വീഡിയോ പിന്നീട് എനിക്ക് വന്നു. അപ്പം കറക്റ്റ് ആ കുട്ടിയെ തന്നെ വിളിച്ച് കയറ്റുകയും ചെയ്തു. ആണോ? നീ ആരെയാ വിളിച്ച് കയറ്റിയത്? അന്ന് ലുലുവില് ഫ്ലവർ ഷോയ്ക്ക് ചാക്കോച്ചൻ വന്നായിരുന്നു. അപ്പൊ അതിന് എനിക്ക് ചാക്കോച്ചന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണമെന്നുണ്ട്. അപ്പൊ ഞാൻ ദൈവത്തിനോടും പ്രാർത്ഥിച്ച് ദൈവം എനിക്ക് ചാക്കോച്ചന്റെ മോളെ ഇട്ട് തന്നെ. പിള്ളേര് പ്രാർത്ഥിച്ച് ദൈവം കേൾക്കുന്ന കറക്റ്റ്. ഇപ്പൊ രാജുചേട്ടൻ നീ പ്രാർത്ഥിക്കണം ഉന്മാദം സിനിമ അടിപൊളിയായിട്ട് ആൾക്കാരൊക്കെ കാണണം, ഹിറ്റ് ആവണമെന്നൊക്കെ. രാജുചേട്ടന്റെ മോളായിട്ട് അഭിനയിച്ചു, ചാക്കോച്ചന്റെ മോളായിട്ട് അഭിനയിച്ചു. ഏറ്റവും കൂടുതൽ കമ്പനി ആരായിട്ടാ? അതൊക്കെ നമ്മൾ ഡിപ്ലോമാറ്റിക് ആണ്. അതൊക്കെ വേറെ വീട്ടിൽ നിന്ന് ഓൾറെഡി പഠിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ സെറ്റില് ഏറ്റവും കൂടുതൽ മാജിക് പഠിപ്പിച്ചു. നിങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾ ഇവര് പറഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ സെറ്റില് അഭിനയം മാത്രമല്ല കുറെ എക്സ്ട്രാ ഹിഡൻ ടാലന്റ്സ് ഒക്കെ ഇവര് പഠിച്ചിട്ടുണ്ട് ചാക്കോച്ചന്റെ. എന്തൊക്കെ പഠിച്ചോ? മാജിക് പഠിച്ചോ? പഠിച്ചായിരുന്നു? ഇവൻ പഠിച്ചായിരുന്നു. ഓ, അത് പഠിച്ചു. നീ റബ്ബർ ബാൻഡ് ഒക്കെ ആയിട്ടാണോ പുറത്തെടുത്തിട്ടുണ്ട്? നീ പഠിച്ചിട്ടില്ലത്? ഇല്ല. ഇവളിങ്ങനെ കാണിക്കുന്നത്, ഇങ്ങനെ ലോക്കായി പോലെ.
ഇപ്പൊ ചാക്കോച്ചന്റെ ഓരോ പോലീസ് സ്റ്റേഷൻ വരുന്ന സമയത്ത് എനിക്കൊന്ന് ട്രെയിലറിന്റെ താഴെ ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട്. ചാക്കോച്ചന്റെ ലൈഫിൽ ഭാഗ്യം തെളിഞ്ഞിരിക്കുകയാണ് ഓരോ പോലീസ് സ്റ്റേഷൻ വരുന്ന സമയത്തും. അത് ട്രാക്ക് മാറുന്നു, അഭിനയം ഭയങ്കര രസമായിട്ട് വരുന്നു. ചാക്കോച്ചന് പോലീസ് സ്റ്റേഷൻ ലക്കാന്ന് തോന്നിയിട്ടുണ്ടോ? പോലീസ് വേഷം ലക്ക് എന്നതിനേക്കാൾ ഉപരി ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു വേഷമായിരുന്നു. ചെയ്ത് വന്നിട്ടുള്ള പോലീസ് കഥാപാത്രങ്ങളും ഡിഫറെൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ്. അപ്പം ലക്ക് കൂടി വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഓഫീസർ ഓൺ ഡ്യൂട്ടിക്ക് ഒരു വെള്ളത്തിൽ പോയ പോലെ അങ്ങനത്തെ ഒരു സാധനം കൂടെ റീക്രിയേറ്റ് ചെയ്യണോ എന്നൊരു ഡൗട്ടുണ്ട്. ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ ഒരു ടോക്ക് ഷോയ്ക്ക് അങ്ങനെ കയാക്കിങ്ങിനൊക്കെ പോയി. പുള്ളിക്കാരി കയാക്കിലിരുന്ന് ഇന്റർവ്യൂ ചെയ്യുന്നു, വെള്ളത്തിലോട്ട് വീണു, മറന്നു. ഞങ്ങള് വിചാരിച്ചത് കൂടുതൽ എല്ലാരും ഫോക്കസ് ചെയ്ത് ചാക്കോച്ചനാണ്. പക്ഷെ ചാക്കോച്ചൻ ഭയങ്കര മാസായിട്ട് ഞങ്ങള് കണ്ടുപിടിച്ച ചാക്കോച്ചനാ കയാക്കിങ് ചെയ്യുന്നത്. അപ്പം പക്ഷെ ഇതിനു മുമ്പും ചെയ്തിട്ടുള്ള ഷാഹി സിനിമകളിൽ പോലീസ് കഥാപാത്രങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിൽ നിന്നും എത്രത്തോളം കഥാപരമായും കഥാപാത്രപരമായും മാറ്റാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ ഒരു ഉത്തരവാണ് ശരിക്കും ഉന്മാദവും അതിലെ ഷെല്ലി എന്ന കഥാപാത്രവും. വലിയൊരു ക്യാരക്ടറാണ്. അതെ, പല്ലി ഒരു കുറെ സീക്വൻസുകൾ വരുന്നുണ്ട്. പുള്ളി അത്യാവശ്യം കഥയുടെ ഗതി തന്നെ മാറ്റിമറിക്കുന്ന, ഗതി തിരിച്ചുവിടുന്ന ഒരു ക്യാരക്ടറാണ്. ഷെല്ലിയുമായി വളരെയധികം ആത്മബന്ധമുള്ള ഒരു അതെ പല്ലിയാണ്. ഷെല്ലിയും പല്ലിയും ശരിയാ പേര് ഒരു കോയിന്റെ രണ്ട് വശങ്ങളാണ്. ഇപ്പൊ ഇതുപോലെ തന്നെ ട്രെയിലറിൽ താഴെ വന്ന കമന്റ് ആണ്, ജോമോൾ എടുക്കുന്ന ക്യാരക്ടർ ആണോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ആണോ അത് ഹിറ്റ് ആയിരിക്കും. അങ്ങനെ എടുക്കുന്ന ഒരു കഥയ്ക്ക് ഫാൻസ് ഉണ്ട്. സോ എങ്ങനെ അത് കേൾക്കുമ്പോ എന്താ തോന്നുക? കേൾക്കുമ്പോ സന്തോഷമുണ്ട്, പക്ഷെ അങ്ങനെ സംഭവിക്കുന്നത് വളരെ അപൂർവമാണ്. നമ്മൾ എല്ലാ സിനിമകളും വിജയിക്കണമെന്ന് വിചാരിച്ചാണ് അല്ലെങ്കിൽ വിജയിക്കുന്ന സിനിമകളാണ് എന്ന് വിചാരിച്ചാണല്ലോ നമ്മൾ എല്ലാവരും എല്ലാ സിനിമകളും ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ എല്ലാ സിനിമകളും ഹിറ്റ് ആവാറില്ല. പക്ഷെ തീർച്ചയായിട്ടും ഉന്മാദം തീർച്ചയായിട്ടും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സിനിമ ആവണം എന്നുള്ളൊരു പ്രതീക്ഷയും എല്ലാം ഉണ്ട് തീർച്ചയായിട്ടും. ഇപ്പൊ ഓൾറെഡി കമന്റ്സ് കാണുമ്പോൾ സിനിമ ഹിറ്റാണ്. നമ്മൾ പ്രേക്ഷകർ ഉറപ്പിച്ചു ട്രെയിലറും ടീസറും കാണുന്ന സമയത്ത് ഒരേ ഒരു സന്തോഷം ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് കോൺഫിഡന്റ് ഉണ്ടാവുമല്ലോ. പക്ഷെ ഈ ആൾക്കാരുടെ അമിത പ്രതീക്ഷ നിങ്ങൾ എങ്ങനെയാ എടുക്കുക? അല്ല, ഇത് എനിക്ക് ഉന്മാദത്തിനെ പറ്റി അങ്ങനെ ഒരു അമിത പ്രതീക്ഷ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ആൾക്കാർ പ്രതീക്ഷിക്കാതിരുന്ന ഒരു സിനിമയുടെ ഒരു ടീസർ കണ്ടപ്പോൾ, ട്രെയിലർ കണ്ടപ്പോൾ ഇതിലെന്തോ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള റെസ്പോൺസുകളാണ് കൂടുതലും വന്നിട്ടുള്ളത്. ഒരു നല്ലൊരു സൂചനയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു ഓവർ എക്സ്പെക്റ്റേഷൻ എന്നതിനേക്കാൾ അപ്പുറം ഒരു എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു സിനിമ എന്നുള്ള രീതിയിൽ വന്ന് ആൾക്കാരെ കുറച്ചുകൂടെ നന്നായിട്ട് സർപ്രൈസ് ചെയ്യിക്കുന്ന എലമെന്റുകളുള്ള ഒരു സിനിമയാവും എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും വിശ്വസിക്കുന്നതും. നിങ്ങൾക്ക് ശരിക്കും ആൺകുട്ടികളോട് ചോദിച്ചാൽ ചെറുപ്പകാലത്ത് പറയാൻ എനിക്ക് പോലീസ് ആവണമെന്ന്. എന്താ അവൻ ആഗ്രഹം? അതിപ്പോ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോ ഒരു ധാരണയില്ല എന്താവണം. എനിക്ക് സത്യം പറഞ്ഞ ഇപ്പൊ തോന്നുന്ന ഒരു ആക്ടറാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോ തോന്നുന്ന ഒരു ഫുട്ബോളർ, കുറച്ച് കഴിയുമ്പോ തോന്നുന്ന ക്രിക്കറ്ററാണ്. നീ കൂടുതലും കള്ളമാണോ പറയാറ്? സത്യം പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും തുടങ്ങുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതാണോ എന്നാണ് ആഗ്രഹം. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഒന്നും ചെയ്യണമെന്ന് ആഗ്രഹമില്ല. സത്യം പറഞ്ഞാൽ എന്നും പറഞ്ഞാണ് നീ ഓരോ വാക്കുകൾ തുടങ്ങുന്നത്. അപ്പൊ കൂടുതലും കള്ളമാണോ കൂടുതൽ പറയാറ്? കണ്ടുപിടിച്ച് അല്ലേ? ശരിക്കും കുട്ടികളിൽ നിന്ന് നമ്മൾ കുറെ കാര്യം പഠിക്കല്ലോ. ശരിക്കും അങ്ങനെ എന്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ ഇവര് രണ്ടുപേരും? അതായത് ഗംഭീര ആക്ടേഴ്സാണ്. അത് മാത്രമല്ല, ഏതവസ്ഥയിലും സന്തോഷം കണ്ടെത്തുക എന്നൊരു സാധനമുണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൊരു പോസിറ്റീവ് വൈബ് ഭയങ്കരമായിട്ട് എപ്പോഴും അവരുടെ ഒരു പ്രസൻസ് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു സാധനം ഉണ്ട്, ഒരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് ഇവർ രണ്ടുപേരിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഫീൽ ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് കൊടുക്കുന്ന ആൾക്കാരാണ്. തിരിച്ച് ഇവരിൽ നിന്ന് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ ഈ രണ്ടുപേരിൽ നിന്ന് ചോദിക്കുകയാണെങ്കിൽ? സത്യം പറഞ്ഞാൽ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ ആയിരാ? ആക്ടിങ് പഠിച്ചിട്ടുണ്ട്. അല്ല, അവനൊരു ചിരിച്ചു, കള്ളച്ചിരി ചിരിച്ചായിരുന്നു.
എനിക്ക് നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു എനർജി കാണുമ്പോൾ ഞാൻ ഓൾറെഡി കുട്ടികളും കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഗെയിമാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ ചോദിച്ച് ഞാൻ വെറുപ്പിക്കില്ല. നിങ്ങൾക്ക് അതിനുവേണ്ടി നിങ്ങൾ 2 ടീമായിട്ട് മാറണം. അച്ഛൻ മകൾ, അമ്മ മകൻ ടീമാവാം. 2 ടീമായിട്ട് ഞങ്ങൾ മാറ്റും. ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ശരി, ആദ്യത്തെ ഒരു ബോർഡ് ഗെയിം ആണ്. നമ്മൾ രണ്ടുപേരും ഒരു ടീം. ഓക്കെ സെറ്റ്. ഞങ്ങക്ക് മതി ഇത്, ഞങ്ങക്കിത് മതി. ഓക്കെ ഓക്കെ, ആ ബോർഡ് എടുക്കൂ. നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചേക്കുവായിരുന്നല്ലേ. ഞാൻ എപ്പോഴും കണ്ടു. ഓക്കെ ഓക്കെ, ഒരു സമയത്ത് ഒരാളാണ് ഇത് ചെയ്യുക, ഒരു ടീമാണ് ചെയ്യുക. അതായത് ഞാൻ കുറച്ച് 12 കോൾ ഉണ്ടല്ലോ, അപ്പൊ 12 വാക്കുകൾ വേർഡ്സ് പറയും. സോ ആദ്യം ഇപ്പൊ ചാക്കോച്ചനാണ് ഇത് വരയ്ക്കേണ്ടത്. ഞാൻ സ്പീഡിൽ പറയും. വരയ്ക്കണോ? ആ, ഞാൻ വരയ്ക്കാം. സ്പീഡിൽ പറയും. അതനുസരിച്ച് ചാക്കോച്ചൻ വരക്കണം. പടം വരയ്ക്കണോ? ഇതിന് കുറച്ച് വെറൈറ്റി ഉണ്ട്. അടുത്ത ആളിരിക്കും ഞങ്ങൾ ഹെഡ്ഫോൺ തരും, കേക്കത്തില്ല. ഓക്കെ റെഡി? ഒരു തവണ ഞാൻ പറയും. ടഫ് ഉണ്ട്. അപ്പൊ ഒരു തവണ പറയും, ചാക്കോച്ച സ്പീഡിൽ വരക്കാം. എന്നിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആള് ഇത് എന്താന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഒരു 3 കറക്റ്റ് ആയിട്ട് ഞാൻ ചോദിക്കുന്ന ഹെഡ്ഫോൺ വെച്ചിരിക്കും. ഒരാള് മാത്രം. അടുത്ത ടീമിന് നമ്മൾ അടുത്ത് കൊടുക്കും. നിങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് വാങ്ങുന്നത് അതാണ്. എനിക്ക് വരയ്ക്കാൻ ഞാൻ പറയാം. മനസ്സിലാവുന്ന സ്പീഡിൽ വരക്കാം എന്നാണ്. ഫണ്ണാ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന ചെറിയ ചെറിയ വാക്ക് വന്നു. കേക്കാമോ? പറയുന്നത് കേക്കാമോ? പറയുന്നത് അത് അഭിനയമാണോ? ഓക്കെ, ആ ശരി ശരി. പാട്ട് പ്ലേ അല്ലേ? അപ്പൊ സ്പീഡിൽ ഒരു തവണ ഞാൻ പറയും കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ തുടങ്ങിക്കോ. ഐസ്ക്രീം, ഐസ്ക്രീം, വീട്, ഐസ്ക്രീം, വീട്, സൈക്കിൾ, കുട, മഴ, മഴ, കണ്ണാടി. കണ്ണാടി കണ്ണട. അതെ അതെ. ഓക്കെ, പെൻ, ബുക്ക്, വാച്ച്, വാച്ച്. ഓക്കെ, ക്ലോക്ക്, ഷൂസ്, ഷൂസ്, ക്യാപ്പ്, 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 ക്യാപ്പ്. ഓക്കെ 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 റെഡി. ഓക്കെ, മാറ്റിക്കോ. ഇതെന്താണെന്ന് എനിക്ക് തന്നെ മനസ്സിലായി. എത്ര സ്പീഡ്? ആ, ഇത് വീട്, ഐസ്ക്രീം, വീട്, ഇതെന്തുവാ? സൈക്കിൾ. ഓ കറക്റ്റ്. ഇത് കൊട. ഓ വാവ്. ഓക്കെ, അതൊന്ന് കാണിക്കോ സ്ക്രീനിൽ വരച്ചതൊന്ന്. മഴ, മഴ പറ്റിയില്ല. അടുത്ത എന്തായിരുന്നു? വണ്ടിയാണ്. ഓ അല്ലടാ, കണ്ണടയാണ്. അത് കാല് ശരിയായില്ലേ? പിന്നെന്തായിരുന്നു? കണ്ണട കഴിഞ്ഞിട്ട് എന്താ? ഏഴാമത്തെ ഇതെന്താണെന്ന് എനിക്ക് തന്നെ മനസ്സിലായി. എനിക്ക് മനസ്സിലായി. പെന്ന്. പെന്നായിരുന്നല്ലേ? ഓ ഇതെന്തായിരുന്നു? അല്ല ഇതെന്തായിരുന്നു? അല്ല അല്ല, ബുക്ക് ബുക്ക്. ഓ ശരി, പറഞ്ഞു കൊടുക്കില്ലേ? ചോർന്നെടുക്കട്ടെ. ക്ലോക്ക്. കറക്റ്റ്. അത് ചെറുതായിട്ട് തെറ്റി. എനിക്കറിയാം. ഷൂസ്, ഷൂസ്. ഇത് എനിക്ക് ഓർമ്മയുണ്ട്. അവള് പറയട്ടെ. ക്യാപ്പായിരുന്നു. അത് പറ്റിയില്ല. 1 2 3 4 5 6 ശരിയായി. പക്ഷെ ആള് ശരിയാക്കി കേട്ടോ, അത്രയും ശരിയാക്കി. ബ്രില്യന്റ്. ഒന്ന് തിരിച്ചൊന്ന് കാണിക്കും ചാക്കോച്ചൻ. ഓ, സ്പീഡ് അത്രയും വരച്ചു കേട്ടോ. പക്ഷെ ഞാൻ ഇത്ര സ്പീഡ് ഉണ്ടെന്ന് വിചാരിച്ചില്ല. സ്പീഡില് കുറച്ചും കൂടെ സ്പീഡാണ്. ഞാൻ ഇച്ചിരി അത്ഭുത സ്തംഭനായി പോയി. നീ വരക്കണ്ട. കണ്ടുപിടിക്കാൻ പാടില്ല. നല്ല ഇടിവെട്ട് പാട്ട് ഇട്ട് കൊടുക്കണാണ്. നീ വെച്ച ഞാൻ വെച്ചു തരാം. നിന്നെ എനിക്ക് വലിയ വിശ്വാസം പോലെ. ആ പാട്ടിട്ടെ, പാട്ടിട്ടെ. ഏടാ, ഹലോ കേക്കാമോ? ഏയ് ഇല്ല, കേട്ടൂടാ. റെഡിയാണോ? തുടങ്ങട്ടെ? റെക്കോർഡല്ലേ? സ്റ്റാർട്ട്. ഓക്കെ, ബാഗ്, ബാഗ്, രണ്ടു പ്രാവശ്യം പറഞ്ഞു. ഷർട്ട്. 2 എഴുതിയിട്ടുള്ളത്. ബാഗ്, ഷർട്ട്. ഓക്കെ, പെൻസിൽ, ടിഫിൻ ബോക്സ്, ക്രിക്കറ്റ് ബാഗ്, കാറ്, ആറാമത്തെയാണ് കാറ്. 7 ടിവി, ലോലിപോപ്പ്, ചെയിൻ, ഫ്ലൈറ്റ്, ഒക്കെ എങ്ങനെയായിരുന്നു ദൈവമേ? ഓക്കെ, അടുത്തത് സമയം കൊടുത്തോളൂ, നമുക്ക് ടെൻഷൻ ഒന്നുമില്ല.
ഓക്കെ കുട കൂടാ. ഓക്കെ. ഓക്കെ കുട ആൻഡ് 12ാമത്തെ ക്യാപ്പ്. ക്യാപ്പോ? ഓക്കെ എനിക്ക് അഞ്ചാമത്തെ കഴിഞ്ഞു 5ാമത്തെ കിട്ടിയില്ലേ? ഇല്ല പറഞ്ഞു കൊടുക്കരുതാണ് പറയുന്നത്. ഓക്കെ ഒരു മിനിറ്റ്. ഞാൻ റെഡി ഹലോ ഞാൻ തുടങ്ങിക്കോളൂ. ഒന്നാമത്തെ എന്ത് ബാഗ്. ഇത് ബാഗ്, ഇത് മനുഷ്യ, റോബോട്ട് വെട്ടിക്കോ പെൻസിൽ, പെൻസിൽ റൈറ്റ്. അതാണ് പാത്രം, ടിഫിൻ ടിഫിൻ ബോക്സ്. ബോക്സ്. അടുത്തത് അഞ്ചാമത്തെ എനിക്ക് ഇല്ല. കിട്ടിയില്ല. യെസ്. കാറ്. ബുക്കാണ്, ബോർഡ്, ടി അത് വി ആണ്. പറ്റത്തില്ല TV. ആന്റണിയൊക്കെ പണ്ടാണ്, ഇപ്പൊ ഇല്ല. ഓക്കെ എന്നാ ഇത് മനസ്സിലാക്കാൻ ഒരു ഓക്കെ അപ്പൊ 8ാമത്തെ എന്താ? ബലൂൺ അതവന് മനസ്സിലാക്കാൻ സാധ്യതയില്ല. ലോലിപോപ്പ്. 9ാമത്തെ എന്താ? ഉണ്ടെന്ന് ചൈന. അത് എനിക്ക് തന്നെ അത് എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല. ചെയ്തിട്ട് ടഫായിരുന്നു. ഓക്കെ ഫ്ലൈറ്റ് കറക്റ്റ്. കുട, ക്യാപ്പ്. ഓക്കെ ജയിച്ച് ഓക്കെ ഇതോളെ ഒന്ന്, 6. 1, 2, 3, 4, 5, 6. ഞാനൊന്ന് കാണിച്ചു കൊടുക്കും. ഇതാണ് സെയിം രസമായിട്ട് വരച്ചുണ്ടോ? ഫ്ലൈറ്റ് ഒക്കെ കറക്റ്റ് ഫ്ലൈറ്റ് 5ാമത്തത് ഇത് ക്രിക്കറ്റ് മാച്ച്. മനസ്സിലായില്ല. എന്തോ സമയം കിട്ടിയില്ല. So, കൈമാറുകയാണ്. അപ്പൊ ഇതിലെ വിജയികൾ ആരാണ്? രണ്ടുപേരും ആളിപ്പോ ട്രാക്കിൽ വന്നു. സോ ഗെയിം തീർന്നിട്ടില്ല. ഇപ്പൊ നമ്മൾ ടൈ ആയിട്ടാണുള്ളത്. ഒരു ഗെയിമും കൂടി ഉണ്ട്. തീർന്നിട്ടില്ല. ഇവിടെ അടുത്ത് നിന്നിട്ട് എല്ലാ ഗെയിംസും മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ അടുത്തത് ചാക്കോച്ചിന് ഇവിടെ ഇരിക്കണം. ആള് ഒരു വേർഡ് പറയും, അത് ഐഡന്റിഫൈ ചെയ്യണം. പറയുമെന്ന് ആൾക്കൊരു വാക്ക് ഞാൻ കൊടുക്കും. ചാക്കോച്ച ഒന്ന് ഐഡന്റിഫൈ ചെയ്യണം. അത്രേ. ഓ ഹെഡ്ഫോൺ എന്റെ ഓ അങ്ങനെ ഓക്കെ ശരി ശരി റെഡി? ഇത് ആരാ പറഞ്ഞത്? നിങ്ങളുടെ ടീമിത്തെ ആളാട്ടോ പറഞ്ഞു തരണേ. ഏതാ ഐറ മോളെ. അനിയത്തി പ്രാവിന് പ്രിയരിവർ നൽകും ഒരു ചെറു ഉന്മാദം. ഞാൻ മെല്ലെ മെല്ലെ പറഞ്ഞുതരാം. ഓക്കെ ആദ്യം അനിയത്തി പ്രാവിന്. അനിയത്തി പ്രാവു കേൾക്കുന്നുണ്ടോ? അല്ലേ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല. ഓക്കെ കളക്കളിയില്ല. കഴിഞ്ഞോ? ഇല്ല ഇല്ല, ഒരു വലിയ വാക്കാ. ഓക്കെ അത് മുഴുവൻ പറയിപ്പിക്കണ്ടോ? അനിയത്തി പ്രാവിന് കറക്റ്റ് ആയിരുന്നു. പ്രിയരിവർ. പ്രിയ പ്രിയം പ്രിയം വധ. അപ്പൊ ഇത് പറ അനിയത്തി പ്രാവിന് പ്രിയരിവർ. അതൊരു ഫുൾ ബാക്കി പറഞ്ഞു കൊടുക്ക്. അനിയത്തി പ്രാവിന് പ്രിയ റിവർ നൽകും അതിന് ഒരു ചെറു ഉന്മാദം. ഒരു ചെറു ഉന്മാദം. ഒരു ചെറു ഉന്മാദം. ഒരു പ്രാവശ്യം. ഒരു ചെറു ഉന്മാദം. ഒറ്റ പ്രാവശ്യം. ഒരു ചെറു ഉന്മാദം. പതുക്കെ പതുക്കെ. ഒരു ചെറു ഒരു ചെറു ഉന്മാദം. ഒരു ഞാനിപ്പോ പറഞ്ഞത് ഒരു ചെറു ഉന്മാദം. ഒരു ഒരു ചെറു ആക്ഷൻ കാണിച്ചു. അനിയത്തി പ്രാവിന് പ്രിയ റിവർ നൽകും ഒരു ചെറു ഉന്മാദം. ഉന്മാദം. അത് ഫുള്ളായിട്ട് പറ. ഒരു ചെറിയ ഉന്മാദവും. ആദ്യം മുതൽ പറ. അനിയത്തി പ്രാവിന് പ്രിയ റിവർ നൽകും ചെറു തരി സുഖമുള്ള നോവ്. ഒരു ചെറു ഉന്മാദം. അനിയത്തി പ്രാവിന് പ്രിയ റിവർ നൽകും ചെറു ഉന്മാദം. ഒരു ചെറു ഉന്മാദം. അതാണ്. അടുത്ത ടീമിന് വിട്ടെ. ഓക്കെ ഒന്ന് മാറി. അവിടെ ഇരുന്നാ പോരെ? നീ എവിടെ ഇരുന്നോ? അടുത്ത റൗണ്ട് നിങ്ങൾക്ക്. അടുത്ത ഡയലോഗ് അടുത്ത ചെറുത് നിങ്ങൾക്ക് തരും. പാട്ട് പ്ലേ അല്ലേ? ഇല്ല ഇല്ല സോറി ശക്തിമാൻ, ഉന്മാദം കുറച്ചു കൂടിപ്പോയി, മാപ്പാക്കണം.
അത്രേ ഉള്ളൂ, സിമ്പിളാ. എന്നെ നോക്കലടാ, സിമ്പിളാണ്. സോറി സോറി എന്ത് എന്ത് സോറി സ്തുതി ആദ്യം പറ, എന്നിട്ട് കിട്ടുന്നുണ്ടോ നോക്കാം. ഇനി സോറി സോറി ചോ ചോ അല്ല സോ സോ ജോയോ എടാ മനസ്സിലാവുന്നില്ലടാ. സോറി സോറി ശക്തിമാൻ, ശക്തിമാൻ, സോറി ശക്തിമാൻ. ശക്തിമാൻ ശക്തിമാൻ സോറി ശക്തിമാൻ പറയണം. ഉന്മാദം കുറച്ച് കൂടിപ്പോയി. ഉന്മാദം കുഞ്ഞോ കുട്ടി ഇവിടുന്ന് പറ. കുറച്ച് 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 എത്ര കൂടിപ്പോയി മാപ്പാക്കണം. കൂടിപ്പോയി കൂടിപ്പോയി സോറി ശക്തിമാൻ ഉന്മാദം കുറച്ച് കൂടിപ്പോയി. ഓക്കെ, മാപ്പാക്കണം മാപ്പാക്കണം. ഫുൾ പറ, ഫുൾ പറ. സോറി ശക്തിമാൻ ആ ഉന്മാദം കുറച്ച് കൂടിപ്പോയി. ആ മാപ്പാക്കണം. ഭയങ്കര ഫോളോ ആണ് ഇവര്. കംപ്ലീറ്റ് ആക്ഷൻ കളി കളിച്ചു. കഴിഞ്ഞ അത് പറ്റൂല കേട്ടോ. 4 പോയിന്റുകൾ നീ ആക്ഷൻ കാണിച്ചു. ആക്ഷൻ കാണിക്കരുത്, ചുണ്ടിറങ്ങാനേ പാടുള്ളൂ. ഓക്കെ, ഐറ അവിടെ പോകൂ. ഐറ പോകൂ. ദൈവം ശരിക്കും മനസ്സിലാകുന്ന രീതിക്ക് തന്നെ പറയണേ ചക്കോച്ച. എങ്ങനെ മനസ്സിലാവും? ജോ 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 എനിക്ക് സോറി പറയാൻ പറ്റില്ല. വന്നില്ല. ഓക്കെ, പേടിച്ചു പോയിട്ടോ. വലിയ സൗണ്ടാണെങ്കിൽ കുറച്ച് കുറച്ച്. ഓക്കെ, ചെറുതോ തുടങ്ങി. അങ്ങനെ 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 ശവമായി മാപ്പ്. അങ്ങനെ അങ്ങനെ ഒച്ചത്തിൽ പറ. എന്താ ചാക്കോച്ചോ? അങ്ങനെ അത് ഒത്തു കേട്ടില്ല. അതുപോലെ അതുപോലെ. അങ്ങനെ അക്കരെ. ഇത് വെച്ച് ഒരു രക്ഷയില്ല. തോറ്റ് 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 അറിയോ? തോറ്റ് എന്ത് പറ. പവനായി ശവമായി. അങ്ങനെ പവനായി ശവമായി. ഫുൾ കള്ളക്കളിയാണ്. ആ കളക്കളി എടുക്കും. പാട്ട് വന്നില്ലേലും പാട്ട് വന്നു. ഈശ്വരാ, ഇതൊക്കെ ഞാൻ ഈ പിള്ളേർക്ക് പറഞ്ഞു മനസ്സിലാക്കി. സ്മാർട്ടാണ്. നമ്മൾ ചെയ്യും. പാട്ട് വന്നു. പാട്ട് പ്ലേ ആണോ? ആ. അങ്ങനെ അങ്ങനെ പടക്ക കമ്പനി പല പടക്ക പലര പടക്ക തക്കാളി പടക്ക പടക്ക കമ്പനി പടക്കം പടക്ക പടക്ക കമ്പനി കപ്പി എടാ കമ്പനി കമ്പനി കപ്പൻ കമ്പനി കമ്പനി കപ്പി കമ്പനി കപ്പനി കമ്പ കപ്പ കമ്പനി കപ്പനി ഇവനെ അയ്യോ, എവിടെ പടക്ക കമ്പനി പടക്ക പടക്ക പനി പടക്ക എടാ. അങ്ങനെ പടക്ക കമ്പനി കമ്പനി കപ്പനി കമ്പനി പനി പനിയുണ്ട് അതോടെ പനി കമ്പനി കമ്പനി. അമ്മേ കമ്പനി അടുത്ത പാട് പറ കഴിഞ്ഞ ഇല്ല ആദ്യം തൊട്ട് പറ അങ്ങനെ ആദ്യത്തേത് എന്താ അങ്ങനെ ഫസ്റ്റ് വൺ എന്തുവായിരുന്നു അങ്ങനെ എടാ, ആദ്യം പറഞ്ഞെങ്കിലും പറയടാ ആദ്യം ഇപ്പൊ പറഞ്ഞു. സമാധാനം എല്ലാം പോയി. അത് അങ്ങനെ സമാധാനം ഉണ്ട്. എടാ ആദ്യം പറഞ്ഞത് എന്താ അങ്ങനെ പടക്ക പടക്ക കമ്പനി കപ്പലണ്ടി കടല ഇത് ഇല്ല ഇത് കഴിഞ്ഞിട്ട് ഗുദാവായി അതൊന്നും പറയാൻ ചിലപ്പോ കിട്ടിയാലോ. ഗുദ ഗുദ സുന
സർപ്രൈസ് ആണ്. ഇതിവിടെ വെച്ച് നിർത്തുന്നതായിരിക്കും safe. കമ്പ കമ്പനി 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 യെസ് പടക്ക കമ്പനി. ഗുദ ഗുദ പടക്ക കമ്പനി ബുധ ഗുദ ഗുദ ഗവ ഗവ സൗണ്ട് കഴിഞ്ഞു പാർട്ട് ഓഫ് ആയി. അതിന്റെ ലാസ്റ്റത്തെ ആക്ടിങ് ഇത് പഠിച്ചതല്ലേ, അഭിനയം പഠിച്ചത്. അവൻ എന്നെ പതുക്കെ നോക്കി സെറ്റിനെ പഠിപ്പിച്ച അഭിനയം പുറത്ത്. ഗംഭീരായിരുന്നുടാ. അടിപൊളി അടിപൊളി അടിപൊളി. തോറ്റു. വരൂ വന്നിരിക്കൂ. പകുതി ജയിച്ചു കമ്പനി അയ്യോ. അടുത്ത ഗെയിം ഇനിയും game. അടുത്ത പ്രൊമോ ഷൂട്ട്. സത്യത്തില് ഈ അഭിനയം പിള്ളേര് കാണിക്കുമ്പോ പെർഫോമൻസ് നേരത്തെ പറഞ്ഞ പോലെ രക്ഷയില്ലാത്ത പെർഫോമൻസ് എന്തായാലും സ്ക്രീനിൽ കാണാൻ പറ്റുമെന്ന് മനസ്സിലായി. സോ നമ്മൾ പ്രേക്ഷകര് 3-ാം തീയതി സിനിമ തിയേറ്ററിൽ കാണാൻ വേണ്ടി പോവാണ്. നിങ്ങൾ പറയുമ്പോൾ സംസാരിക്കുമ്പോൾ കോൺഫിഡൻസ് ഉണ്ട് സിനിമ ഒരു നല്ല സിനിമ ആയിരിക്കുന്നത്. സോ വലിയൊരു വിജയമാവട്ടെ, ഹിറ്റടിക്കട്ടെ എന്ന് ഞങ്ങൾ Thank you very much. ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. എന്താ അത് പറഞ്ഞപ്പോ അത് ഇമോഷണലി ഇനാഗ്രേഷൻ കഴിഞ്ഞ് വരും കേട്ടോ. ഇപ്പൊ ആ, തന്നെ inauguration, സ്കൂളിലെ പരിപാടി അല്ലേ, തിരക്കാണ്. ചീഫ് ഗസ്റ്റ് എന്തൊക്കെ തന്നെ. അയ്യോ. എല്ലാം ഞാൻ തന്നെ. അപ്പൊ എന്തായാലും സിനിമ വലിയ വിജയമാവട്ടെ. Thank you. ഉണ്ടാവും. കുപ്പികള കുട്ടികളാ? പൊട്ടിച്ചിട്ട് വന്നേക്ക്. ഓ അതായിരുന്നോ ഉണ്ടായത് മത്സരം? അല്ല ഞാൻ സ്മൈലിംഗ് കോൺടെസ്റ്റ് ഇതാണോ പറഞ്ഞത് അവിടെ ചെന്നിട്ട്? അപ്പൊ എന്തായാലും സിനിമ കാണാൻ ചേച്ചി വരും. ഓക്കെ, അപ്പം എല്ലാവിധ ആശംസകളും. ഓക്കെ താങ്ക് യു Bye. Bye.